നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് എത്ര സീറ്റ് കിട്ടും, UDFന് എത്ര സീറ്റ് കിട്ടും, BJPക്ക് അതായത് NDAക്ക് എത്ര സീറ്റ് കിട്ടും തുടങ്ങിയ ചർച്ചകൾ എന്നേ തുടങ്ങിക്കഴിഞ്ഞു. 110 കിട്ടും എന്ന് മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും പറയുമ്പോൾ LDFന്റെ നില പരുങ്ങലിലാണെന്നും UDFന് 90 മുതൽ 110 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും BJPക്ക് 5 മുതൽ 15 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള ചില റിപ്പോർട്ടുകൾ, ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പല മാധ്യമങ്ങളും അതേക്കുറിച്ച് വിശകലനം ചെയ്യുന്നതൊക്കെയുണ്ട്. ഒരു UDF അനുകൂല തരംഗം പൊതുവെ കേരളത്തിൽ ഉണ്ട് എന്നാൽ പോലും പലതരത്തിലുള്ള തിരിച്ചടികൾ UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്കിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ശശി തരൂര് ഓപ്പറേഷൻ ദുബായ്, ശശി തരൂർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത ഇല്ല. സംഭവങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. CPMന് ഒപ്പം ചേരും എന്നൊക്കെ കേൾക്കുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കുറെ ആളുകൾ, അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആധിപത്യം, ഇതൊക്കെ തന്നെ UDFലെ വലിയ പ്രശ്നങ്ങളാണ്. LDFനാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് വലിയ പ്രശ്നം. ഒപ്പം CPMൽ ഉണ്ടാകുന്ന ഇപ്പോൾ പയ്യന്നൂര് ഉണ്ടായ വിഷയം, ധൻരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഒക്കെ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. NDA ശക്തമായ ഒരു നിലയിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം. പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കം കേരളത്തിൽ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ്, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് LDFന് 25 സീറ്റ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നും UDFന് 115 സീറ്റുമായി അധികാരത്തിൽ എത്തും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ട് മുന്നണികളിലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് NDAയിലും ഇടതുപക്ഷത്തിലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമാണ്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുള്ളവർ, സാഹചര്യങ്ങൾ അമ്പയെ മനസ്സുമടുപ്പിച്ചവർ, ഏതു സാഹചര്യത്തിലും ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ വിലയിരുത്തുന്നവർ, അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരിക്കാത്തവർ, അങ്ങനെ ഒരു സമൂഹമാണ് കേരളത്തിൽ ഈ ഇലക്ഷൻ കാലത്ത്, ഈ ഒരു കാലത്ത് കാണാൻ സാധിക്കുന്നത് എന്ന വിലയിരുത്തലാണ്. LDF, UDF, NDA മുന്നണികളുമായി ബന്ധപ്പെട്ട് 6 തരത്തിലുള്ള ആളുകളാണ് സജീവമായി ഉള്ളത്. ഓരോ മുന്നണിയും അഗാധമായി വിശ്വസിക്കുന്ന, അവരിൽ കടുത്ത ആത്മവിശ്വാസമുള്ള ആളുകൾ ഒരു വശത്തുണ്ട്. കാര്യമായി ചിന്തിക്കുന്ന മറ്റ് ആളുകൾ ഉണ്ട്. അതുപോലെ വികസനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയം നോക്കുന്നവരുണ്ട്, ജാതി മതം നോക്കുന്നവരുണ്ട്, വ്യക്തിയെ നോക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിലായി കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഓരോ മുന്നണിക്കും പ്രത്യേകമായ ഒരു വോട്ടിംഗ് പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് പക്ഷേ വോട്ടർമാർ പ്രവർത്തിക്കണം എന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കാര്യം കൊണ്ട് NDA അതിശക്തമായ ഒരു നിലയിൽ എത്തും എന്ന് പറയുമ്പോഴും NDAക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ NDA കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്തരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടത്തിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ട്രാറ്റജി പ്രൊഫസറും കേരള ഇന്നൊവേഷൻ കൗൺസിൽ മുൻ അംഗവുമായ പ്രൊഫസർ തോമസ് ജോസഫാണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലും സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ രീതിയിൽ, അതായത് ഇദ്ദേഹം 2 ചാൻസുകൾ പറയുന്നു. NDAക്ക് സീറ്റുകൾ കിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ ഏതാണ്ട് 10 മുതൽ 15 സീറ്റുകൾ വരെ കിട്ടാം എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, LDFന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി, ഇതൊരു ശാസ്ത്രീയമായ വിലയിരുത്തലാണ്. ശാസ്ത്രീയമായ വിലയിരുത്തലുകൾക്ക് വലിയ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. അത് ജനമനസ്സുകൾ അറിയുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ് കൂടിയാണ്. മാത്രമല്ല, ഒരു മുൻകാല ഇലക്ഷനുകളെയും ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജി പ്ലാനാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങളിൽ വിലയിരുത്തുന്നത്. നമുക്ക് ഈ ഒരവസ്ഥയിൽ ഈ അനാലിസിസിലൂടെ മനസ്സിലാകുന്നത് UDFന് വിജയം നേടാനുള്ള സാധ്യത തന്നെയാണ്. തീർച്ചയായിട്ടും UDF കേരളത്തിൽ അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ള കൃത്യമായ ഒരു വിലയിരുത്തലാണ് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. UDFന് 115 സീറ്റ്, NDAക്ക് 0 സീറ്റ്, അല്ലെങ്കിൽ 0 മുതൽ 15 സീറ്റ് വരെ. രണ്ട് ഓപ്ഷൻസ് ആണ് അദ്ദേഹം പറയുന്നത്. അതിനിടയ്ക്കുള്ള ഒരു ഓപ്ഷൻസിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. എന്നാൽ പോലും LDFന്റെ ഒരു തകർച്ച,
ഈ ഭരണം തുടർഭരണം കിട്ടിയ ആ ഒരു അവസ്ഥയിൽ നിന്ന് 25 സീറ്റിലേക്കൊക്കെ LDF ഒതുങ്ങുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള തിരിച്ചടികളായിരിക്കും ഉണ്ടാവുക എന്നുകൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ വിലയിരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലെയുള്ള നിരവധി പഠനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആർക്കും ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ചുള്ള ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ടാണ് മൂന്ന് മുന്നണികളും